താങ്ക് യു ഡോക്ടർ ധനേഷ്. താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1581 ദിവസം. ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ നമുക്ക് ഒരു പ്രത്യേക പരിപാടിയാണ്. അത് മറ്റൊന്നുമല്ല, MT അനുസ്മരണ പ്രോഗ്രാമാണ് ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ബഹുമാന്യ വ്യക്തികളെയും എല്ലാം വളരെ സന്തോഷപൂർവ്വം ഞാൻ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് ഒത്തിരി ബഹുമാന്യ വ്യക്തികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ MR ഗോപകുമാർ സാറാണ്. അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും വ്യത്യസ്തമായ എല്ലാ രംഗങ്ങളിലുമുള്ള ഒത്തിരി പേര് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുത്ത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. MT വാസുദേവൻ നായർ സാറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം സ്വാഗതം. ഓക്കെ, അല്ല, ഞാൻ രണ്ടു വാക്കൊന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം MT വാസുദേവൻ നായർ സാറ് നമ്മെ ഈ പോയ ക്രിസ്മസ് ദിവസം നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. അദ്ദേഹം സാഹിത്യ രംഗത്തും സിനിമാ രംഗത്തും ഒരുപാട് മറ്റ് പത്ര പ്രവർത്തന രംഗത്തും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ വ്യക്തിത്വമാണ്. ഇന്ന് എന്തുകൊണ്ടും വളരെ അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു ചടങ്ങാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി കുമാരി ദേവബാല ആറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. ദേവബാല എത്തിയിട്ടില്ലേ? ദേവബാല ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഉണ്ടല്ലോ ഇതില്, ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ദേവബാല ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? പേരിൽ തന്നെയാണോ? ദേവബാല ആർന്നുണ്ട്. ഒന്ന് കോഹോസ്റ്റ് ആക്കോ ഡോക്ടറെ? ദേവബാല കണ്ടു. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തോളൂ. ശാശ്വത സത്യത്തിൻ രൂപം സകല ചരാചര ചൈതന്യമേ. ശാശ്വത സത്യത്തിൻ രൂപമാം ദൈവമേ, സകല ചരാചര ചൈതന്യമേ. ആനന്ദ സ്നേഹത്തിൻ അഖിലമാശ്രയം നീയേ. ആനന്ദ സ്നേഹത്തിൻ അനുഭാവമാം അഖിലമാശ്രയം നീയേ. ദൈവമൊന്നാണെന്ന ദൈവസങ്കല്പങ്ങൾ ഞങ്ങളിലും ദൈവമൊന്നാണെന്ന ദിവ്യ സങ്കല്പങ്ങൾ ഞങ്ങളിലും ദീപമാക്കേണമേ. അറിവിന്നനന്തമായിതൻ തീരത്ത് നിറദീപമായി ഞങ്ങൾ നിൽക്കുന്നു ദൈവമേ. അറിവിന്നനന്തമാം ആഴിതൻ തീരത്ത് നിറദീപമായി ഞങ്ങൾ നിൽക്കുന്നു ദൈവമേ. ശാശ്വത സത്യത്തിൻ രൂപമാം ദൈവമേ, സകല ചരാചര ചൈതന്യമേ. ശാശ്വത സത്യത്തിൻ രൂപമാം ദൈവമേ, സകല ചരാചര ചൈതന്യമേ. വളരെ സന്തോഷം കുമാരി ദേവബാല.
ആ, അടുത്തതായി നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ IFPHന്റെ ആദരണീയനായ സെക്രട്ടറി കിരൺ ചന്ദിനെ ക്ഷണിക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ഇന്നത്തെ ചടങ്ങ് വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മലയാള സാഹിത്യ ലോകത്ത് രണ്ടക്ഷരം MT എന്ന അക്ഷരം എത്രമാത്രം ആഴമേറിയതാണ്, ബലമുള്ളതാണ് എന്ന് നാം അദ്ദേഹം പോയതിനു ശേഷവും തിരിച്ചറിയുന്നു. ഞാനിവിടെ പറയാൻ 2 വാക്കുകളാണ് ആഗ്രഹിക്കുന്നത്. കമലഹാസൻ സാർ പറഞ്ഞ വാക്കുകൾ കടമെടുക്കുന്നു. തൻ്റെ രചനകളിലൂടെ നമുക്ക് ശേഷവും MT സാർ ജീവിക്കും. വിട പറയാൻ മനസ്സില്ല സാറേ, ക്ഷമിക്കുക. ഇനി എൻ്റെ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് കടക്കുന്നു. സിനിമാ ലോകത്ത് വിധേയനിലൂടെ, മതിൽ എന്ന സിനിമകളിലൂടെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഗോപകുമാർ സാറിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓമനക്കുട്ടി മാഡം തിരുവനന്തപുരംകാരുടെ അഭിമാനമാണ്. പാട്ടിലൂടെ സാന്ത്വനമേകുന്ന ഓമനക്കുട്ടി മാഡത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മഹേഷ് മാണിക്യം സാർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എഴുത്തിലൂടെ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന മഹേഷ് മാണിക്യം സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഇന്ദുലേഖ, സീരിയൽ രംഗത്തും വളരെ പ്രമുഖയായ ഇന്ദുലേഖ മാഡത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണദാസ് പല്ലേരി സാർ, നമ്മുടെ സ്വന്തം സാറാണ്, നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്, അധ്യാപകനാണ്. കണക്കിലൂടെ കുട്ടികളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണദാസ് പല്ലേരി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നജീബ്, ആരോഗ്യരംഗത്തെ പ്രമുഖനായ ഡോക്ടർ നജീബിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷീബ റജികുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, കൊല്ലം, മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനു മഞ്ജിത്ത്. കിരൺ ചന്ദ, ഒരു ചെറിയ തിരുത്തുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറല്ല, ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ, സോറി മാഡം, ചീഫ് മെഡിക്കൽ ഓഫീസർ കൊല്ലം, ഡോക്ടർ ഷീബ റജികുമാർ, മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനു മഞ്ജിത്ത്, ഗാനരചയിതാവ് കൂടിയാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശിവകുമാർ, ആകാശവാണിയിലെ ഡയറക്ടറാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗോപകുമാർ സാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറിന്റെ മകളോടത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുകൊണ്ട് സൗമ്യയുടെ കൊളീഗാണ് ഞാൻ. അതെ, ഗോപകുമാർ സാർ കേറിയിട്ടുണ്ടോ? സാർ പതുക്കെ ജോയിൻ ചെയ്തോളാം, പ്രോഗ്രാം പറഞ്ഞു. ഓക്കെ, അപ്പൊ സ്വാഗതം കഴിഞ്ഞോ? കഴിഞ്ഞു. ഓമനക്കുട്ടി മാഡം ഉണ്ടെന്ന് തോന്നുന്നു. എത്തിയിട്ടില്ല. ഇപ്പൊ നമുക്കുള്ളത് മഹേഷ് മാണിക്യം സാറാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് അനുസ്മരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. MT വാസുദേവൻ നായർ സാറിന്റെ MTയുടെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇപ്പോ നമുക്ക് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അന്ത്യം നടന്നത്. അതുകൂടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് MR ഗോപകുമാർ സാർ പതുക്കെ കയറിക്കോളും. അദ്ദേഹത്തിനാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിരുന്നത്. അദ്ദേഹം എത്തുമ്പോഴേക്കും നമുക്ക് മഹേഷ് മാണിക്യം സാറുണ്ട്. അദ്ദേഹം എഴുത്തുകാരനും ഒരു ഗ്രന്ഥശാല പ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. മഹേഷ് മാണിക്യം സാർ സംസാരിക്കാം. ഓക്കെ. പ്രിയപ്പെട്ട IFPH ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം ചേരുന്നത്. വലിയ സന്തോഷമുണ്ട്. കാര്യം നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഹിന്ദിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വായനക്കാരൻ എങ്ങനെ എഴുത്തുകാരനായി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ചോളം മലയാളത്തിൽ MTയുടെ രചനകൾ വായിക്കാത്ത
കുറച്ചുപേരൊക്കെ മാറ്റാൻ സാധ്യതയുള്ളൂ. ഇന്ത്യയുടെ റേഞ്ച് രചനകൾ അത്രയ്ക്ക് കേൾക്കാമോ മേഡം? ഇടയ്ക്കൊരു റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ രചനകൾ വായിക്കാത്ത ഒരു മലയാള സാഹിത്യ കൗതുകി കേരളത്തിലുണ്ടാവും തോന്നുന്നില്ല. ഒരുപക്ഷെ മലയാള സാഹിത്യത്തെ പുതിയ പാതയിലേക്ക് നടത്തിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ് എംഡി. അതുവരെ നമ്മുടെ സാഹിത്യം സ്ഥാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊരു റിയാലിറ്റിയിലേക്ക് മലയാള സാഹിത്യം മേഡം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ ഹലോ, ഇടയ്ക്കിടയ്ക്ക് ഒരു റേഞ്ച് പ്രശ്നം വരുന്നുണ്ട് റേഞ്ച് കേട്ടാ. വിഷയം വരുന്നുണ്ടല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല സാർ. അപ്പോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വായനക്കാരൻ എങ്ങനെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി മാറി എന്നതാണ്. അപ്പൊ എം ഡിയെ സംബന്ധിച്ചുള്ള എം ഡിയുടെ പുസ്തകങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഈ എഴുതി തുടങ്ങുന്ന ആൾക്കാർക്കെല്ലാം വളരെ പ്രചോദനമുള്ള ഒരു പുസ്തകം കാതികന്റെ പണിപ്പുര എന്ന എം ഡിയുടെ പുസ്തകമാണ്. എപ്പോഴും നമ്മുടെ ഇത്തരം ഒരു വേദിയും കഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അത്തരം ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ആൽബർട്ടോ മൊറോവി എന്നൊരു പ്രശസ്ത പാശ്ചാത്യ സാഹിത്യകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് സാഹിത്യം തനിക്കൊരു ഹോബിയാണെന്നാണ്. പക്ഷെ എം ഡി അങ്ങനെയല്ല. എം ഡി ആ വാദഗതിയെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത് സാഹിത്യം എന്നത് എനിക്കൊരു ഹോബിയല്ല, പക്ഷെ അതൊരു വേദനയായിരുന്നു, ആത്മാവിന്റെ ദാഹമായിരുന്നു, സ്വപ്നമായിരുന്നു. അതാണ് എം ഡിയെ സംബന്ധിച്ചോളം സാഹിത്യം എന്ന പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ജീവിതം തന്നെ ആ തരത്തിലേക്ക് മാറ്റിയൊരു എഴുത്തുകാരൻ. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം നമ്മൾ മേഡം പറഞ്ഞല്ലോ, അദ്ദേഹം ജനിച്ചത് കൂടല്ലൂര്. ഈ കൂടല്ലൂരും അതോടൊപ്പം തന്നെ താമക്കുന്നുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും എം ഡി എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ സാഹിത്യരംഗത്തേക്ക് സാഹിത്യത്തെ മാറ്റി നടത്തിയിട്ടില്ല. ആകെ അദ്ദേഹത്തിന്റെ രചനകൾ മാറ്റി നടത്തിയിട്ടുള്ളത് ഈ മഞ്ഞ് മാത്രമേ, മഞ്ഞിന്റെ പശ്ചാത്തലം മാത്രമാണ് നൈനിറ്റാൽ. ബാക്കിയെല്ലാം എന്താണ്, തൻ്റെ കൂടല്ലൂരാണ് കൂടുതലും അദ്ദേഹം ചേർത്തിട്ടുള്ളത്. താമിക്കുന്നിന്റെ നെറുകൽ എന്നാൽ വയലും പാതയും ഭാരതപ്പുഴയും കരിയന്നൂർ പാലവും കാണാമെന്ന് പറഞ്ഞ അതിന്റെ ലഹരിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പേ എം ഡിയുടെ ഒരു വായനക്കാരനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാള സാഹിത്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് മലയാളത്തിലേറെ പ്രശസ്തരായ എഴുത്തുകാരെന്ന് പറയുന്നത് എസ് കെയും ബഷീറും തകഴിയും ഒക്കെ ആയിരുന്നു. എസ് കെയുടെ രചനകൾ അദ്ദേഹം വളരെയേറെ ആസ്വദിച്ച് വായിച്ചിട്ടുള്ള രചനകളാണ്. ആ സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ബഷീറിന്റെ രചനകളെയും ബഷീറിനെയാണ്. അതോടൊപ്പം തന്നെ തകഴിയുടെ രചനകളെ വളരെ ബഹുമാനത്തോടെയും അതിഭാവത്തോടെയാണ് അദ്ദേഹം കണ്ടത്. അപ്പൊ അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലാണ് എസ് കെയും ബഷീറും തകഴിയും ഒക്കെ തന്നെ മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ഡി സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇവരുടെ രചനകളാണ് ആദ്യകാലത്ത് എം ഡിയെ സ്വാധീനിച്ചത്. അതുമാത്രമല്ല പാശ്ചാത്യ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഹെൻറി ജെയിംസും ആന്റൺ ചെക്കോവും മോട്ടസൊക്കെ ഇവരൊക്കെ ചെറുകഥയുടെ ലോക തമ്പുരാന്മാരാണ്. ഈ എഴുത്തുകാരെ ഒരുപക്ഷെ ഈ ഹെൻറി ജെയിംസിനെയൊക്കെ നമുക്കറിഞ്ഞിട്ടായിരിക്കും, ആന്റൺ ചെക്കോവും മോട്ടസ് അങ്ങനെയൊക്കെ അറിയാമെങ്കിലും ഈ എഴുത്തുകാരെയൊക്കെ തന്നെ മലയാളത്തിന് പരിചയപ്പെടുത്തിയതും അവരുടെ രചനകൾ മലയാളത്തിന് ഒരു മലയാളി വായനക്കാരൻ എന്ന നിലയ്ക്ക് സ്വായത്തമാക്കാൻ ശ്രമിച്ചതൊക്കെ എം ഡി എന്ന എഴുത്ത് വായനക്കാരന്റെ വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വായന ലോകം, ചുരുക്കി പറഞ്ഞാൽ എം ഡി അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു, വായനക്കാരനായ എം ഡി എന്നാണ്. അദ്ദേഹത്തിന്റെ വായന അനുഭവത്തെ കുറിച്ചുള്ളത് എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമാണ്. അപ്പോഴാണ് ശരിക്കും എം ഡി ഒരു എഴുത്തുകാരൻ എന്നതിലുപരി വലിയൊരു വായനക്കാരൻ എന്നറിയുന്നത്. അതിൽ അദ്ദേഹം കൊച്ചുനാളിൽ അദ്ദേഹം
വീട്ടിലെ രാമായണവും ഭാഗവതവും ഒക്കെ തന്നെ ഉറക്കെ വായിക്കുന്ന ചുമതല വാസു എന്ന കുഞ്ഞു വാസുവിനായിരുന്നു. അത് കഴിഞ്ഞ് ആ നാട്ടില് പുസ്തകം കിട്ടുന്ന ഒരു വീടേ ഉള്ളൂ. അത് നമ്മുടെ അക്കിത്തത്തിന്റെ വീടാണ്. അക്കിത്തത്തിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വാക്കെന്ന് പറഞ്ഞാൽ 6.5 നാഴികയാണ്. 6.5 നാഴിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 10-12 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 6.5 നാഴികയാണ് ഒരു വാക്ക് നടക്കേണ്ടി വരിക. അപ്പൊ രണ്ട് സ്ഥലത്തും കൂടി ആകുമ്പോൾ ഏകദേശം 12 നാഴിക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആഴ്ചയിൽ ഒരു ദിവസം പോയി അക്കിത്തന്റെ വീട്ടിൽ നിന്ന് പുസ്തകം എടുത്തു കൊണ്ടുവന്ന് വായിക്കുകയാണ് എൻ്റെ ആകെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ കൗമാരക്കാരനും യുവാവായ എം ഡി പുസ്തകം കണ്ടെത്തിയിരുന്ന എംഡിയുടെ വഴികൾ അങ്ങനെയായിരുന്നു. അത്രയ്ക്ക് വായനയെ സ്നേഹിച്ചിരുന്നൊരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരന്റെ രചനകളെല്ലാം തന്നെ തൻ്റെ സാർ ഔട്ടായോ? മഹേഷ് സാർ ഔട്ടായെന്നാണ് തോന്നുന്നത്. ഓമനക്കുട്ടി മാഡം എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. മാഡത്തിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാഡത്തെ അപ്പൊ വിളിക്കാം. മറ്റേ മഹേഷ് സാറ് എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സംഗീത കുടുംബത്തിലെ സീനിയർ ആയിട്ടുള്ള ബഹുമാന്യായ ഓമനക്കുട്ടി, ഡോക്ടർ ഓമനക്കുട്ടി മാഡത്തിനെ ഞാൻ MT അനുസ്മരണ സന്ദേശം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മുടെ MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ ഇവരുടെ എല്ലാം സഹോദരിയായിട്ടുള്ള സംഗീത കുടുംബത്തിലെ തന്നെ വ്യക്തിത്വമാണ് നമുക്ക് അടുത്ത സന്ദേശം പറയാൻ എത്തിയിരിക്കുന്നത്. സാർ ഔട്ടായതുകൊണ്ട്, മഹേഷ് സാർ ഔട്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഓമനക്കുട്ടി മാഡത്തിലേക്ക് പോയത്. സാറിലേക്ക് തിരിച്ചു വരാം. അപ്പോഴേക്കും ഓമനക്കുട്ടി മാഡത്തിനെ ക്ഷണിക്കുകയാണ്, ആദരപൂർവ്വം ക്ഷണിക്കും. മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. കോഹോസ്റ്റ് ആണ് മാഡം. കേൾക്കാമോ? കേക്കാം. എല്ലാവർക്കും നമസ്കാരം. MD വാസുദേവനെ പറ്റി ഒരു 3-4 വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്ന സംഭാവനകളല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. MD എന്ന 2 അക്ഷരത്തിൽ സാഹിത്യത്തിന്റെ മേഖലകളെല്ലാം ഒതുക്കിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ ഭാഷ മലയാളം, എൻ്റെ അമ്മ മലയാളം, എൻ്റെ കുടുംബം മലയാളം. അപ്പൊ അങ്ങനെ മലയാളത്തെ വളരെയധികം, മലയാള ഭാഷയെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് MD. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ പൂർണ്ണതയുടെ പ്രതിരൂപമാണ്. തൻ്റെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ രൂപം വരച്ചു കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. MD പറയാറുണ്ട്, എനിക്കറിയാൻ പാടില്ലാത്ത സാഗരത്തെ കുറിച്ച് എഴുതുന്നതല്ല എനിക്കിഷ്ടം, എനിക്കറിയാവുന്ന നിളയെ കുറിച്ച് എഴുതാനാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം കൂടെ പറയാറുണ്ട്. നിളയിൽ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഒഴുക്കിയത്. സാംസ്കാരിക മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പുണ്യാക്ഷര പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാം, പരിപൂർണ കലാനിധി എന്ന് വിശേഷിപ്പിക്കാം, മലയാളത്തിന്റെ മഹോന്നത വ്യക്തി, ജയിക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്ത സാഹിത്യകാരൻ എന്ന് വിശേഷിപ്പിക്കാം, മലയാളത്തെ ഹൃദയത്തിലേറ്റിയ കലാകാരൻ, മലയാള ഭാഷയുടെ പെരുന്തച്ഛൻ എന്ന് അദ്ദേഹത്തെ പറ്റി പറയാം. സാഹിത്യ മഹാരഥൻ, തുഞ്ചൻ സ്മാരകത്തിന് വേണ്ടി അഹോരാത്രം ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു. ഒരു ഒന്നാം തരം വിമർശകനും കൂടിയാണ് അദ്ദേഹം. അതുകൂടാതെ ഭാഷ നശിച്ചാലും അമരത്വം നേടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഭാഷ അങ്ങ് നശിച്ചുപോയി എന്നിരിക്കട്ടെ, എന്നാലും അദ്ദേഹത്തിന് അമരത്വമുണ്ട്. സമ്പന്നൻ പല കാര്യത്തിലും. ഇതിലിപ്പം ഭയങ്കര എതിർപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും എടുക്കണ്ട, അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സാഹിത്യേതര മേഖലകളിലും അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമ മേഖലയിൽ
എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ നഭോമണ്ഡലത്തെ പ്രകാശം പരത്തി നിൽക്കുന്ന തിളക്കമേറിയ ഒരു നക്ഷത്രം, ഭാഷ മരിച്ചാലും നിലനിൽക്കുന്ന നാമം. ഇത് മോദി അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് നമ്മൾ ഓർക്കണം. ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ശബ്ദം നൽകിയ മഹാനാണ് MT. ഇപ്രകാരം എത്ര കാര്യങ്ങൾ പറഞ്ഞാലും എത്ര നിർവചനങ്ങൾ നൽകിയാലും MT കുറിച്ച് പരിപൂർണമായി നിർവചിക്കുവാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹം ജീവിച്ച കാലത്ത് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയല്ലോ. അത് തന്നെ നമ്മള് സൗഭാഗ്യം ചെയ്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 18 80 വർഷത്തിനു മുൻപ് കൂടല്ലൂരിൽ തൻ്റെ 10 വയസ്സിന് മുൻപ് തന്നെ അവിടെ എഴുത്തുകാരനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 10ാമത്തെ വയസ്സിൽ തന്നെ. അന്ന് കവിതകൾ, പിന്നെ സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അദ്ദേഹം പത്രം ഓഫീസുകളിലേക്ക് ബുക്ക് പോസ്റ്റ് ആയിട്ട് അയച്ചിരുന്നു. അന്നൊരു ബുക്ക് പോസ്റ്റ് അയക്കാൻ 3/4 അണയാണ് ചാർജ്. അത് കൊടുക്കുവാൻ പോലും ഈ പയ്യന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടി പല ജോലികൾ ചെയ്തുമാണ് അദ്ദേഹം ഈ 3/4 അണയുണ്ടാക്കി ഈ ഇത് പത്രം ഓഫീസുകളിലേക്ക് തന്റെ കവിതകൾ, ആദ്യം കവിതകളാണ് എഴുതിയിരുന്നത്. എഴുത്തും വായനയും ജീവന തുല്യം കരുതിയിരുന്ന ആ ബാലൻ അതിലൂടെ വളർന്നു വന്ന് പഠിച്ച് വിക്ടോറിയ കോളേജിലാണ് അദ്ദേഹം പിന്നെ ചേർന്ന് പഠിച്ചത്. എഴുത്തിൽ സർഗവസന്തം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. 20 വയസ്സിൽ രക്തം പുരണ്ട മണൽത്തരികൾ എഴുതി MT എന്ന 2 അക്ഷരങ്ങൾ, മാന്ത്രികാക്ഷരങ്ങൾ, തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട്, സാഹിത്യപരമായിട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തൻ്റെ 62ാം വയസ്സിൽ ഇന്ത്യയിലെ സമുന്നതമായ ജ്ഞാനപീഠം അവാർഡ് കരസ്ഥമാക്കിയ വളരെയധികം അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എഴുത്തച്ഛൻ പുരസ്കാരം, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. MT പല രംഗങ്ങളിലും കൈവച്ച വ്യക്തിയാണ്. എഴുത്തുകാരൻ, കഥാകൃത്ത്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സിനിമയിലും പ്രകാരം പല രംഗങ്ങളിലും അദ്ദേഹം അങ്ങേയറ്റം സർഗവസന്തം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. മലയാളത്തെ ഹൃദയത്തിലേറ്റിയ ഈ കലാകാരന്റെ 1956 ഇദ്ദേഹം മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിട്ടാണ് ചേർന്നത്. തൻ്റെ സർഗാത്മകമായ സാഹിത്യയാത്ര അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. 4 കെട്ട്, 2ആമൂഴം, കുട്ടിയേട്ടത്തി, നിർമാല്യം, ഓളവും തീരവും, മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, നാഴികക്കല്ലുകൾ, പള്ളിവാളും കാൽച്ചിലമ്പും ആധാരമാക്കി എഴുതിയ നിർമാല്യം, ഒരു വടക്കൻ വീരഗാഥ, മുറപ്പെണ്ണ് തുടങ്ങിയ 50ലേറെ ചിത്രങ്ങൾക്കാണ് തിരക്കഥാകൃത്തായിരുന്നു. സംവിധായകൻ എന്നീ നിലകളിൽ ഒരു തിളക്കമേറിയ നക്ഷത്രം, വൈഡൂര്യ നക്ഷത്രം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതിയിരുന്നു. അത് S. ജാനകിയും യേശുദാസും പാടിയിട്ടുമുണ്ട്. മലയാളത്തെ ഹൃദയത്തിലേറ്റിയ ഈ കലാകാരൻ എന്ന് വളർന്നു വരുന്ന യുവകലാകാരന്മാരെ സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഈ സബ് എഡിറ്ററായിട്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കത്തുകൾ വരുമായിരുന്നു. അതിൽ കൊള്ളാവുന്ന കവിതകളും കൊള്ളരുതാത്ത കവിതകളും ഉണ്ടായിരുന്നു. പക്ഷെ ആരെയും നിരാശപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ അവർക്കെല്ലാം കത്ത് അയച്ചിരുന്നു. ആ കത്തില് അവരെ ഭാവിയില് അവർക്ക് നന്നായിട്ട് വിളങ്ങുവാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം അവരെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സ്വന്തം കൈപ്പടയിലുള്ള എഴുത്താണ് എഴുതിയത്. ഭാവിയില് നല്ല എഴുത്തുകാരാകാൻ തക്കവണ്ണം ഉത്തേജനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നത്. അത് അദ്ദേഹത്തിന്റെ പറ്റി പറയുകയാണെങ്കിൽ ഇനി വളരെയധികം പറയാനുണ്ട്. മലയാളത്തിന്റെ പ്രാണൻ നിലച്ചുപോയ അനുഭവമാണ് അദ്ദേഹത്തിന്റെ വിടവ് മൂലം സംഭവിച്ചിട്ടുള്ളത്. മലയാള സാഹിത്യത്തെ ലോകനെറുകെ എത്തിച്ച മഹാനായ ഈ സാഹിത്യകാരൻ 2 സൂപ്പർ സ്റ്റാഴ്സുകളെ പ്രത്യേകം സ്നേഹിച്ചിരുന്നു, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മോദി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. കൃതികളെല്ലാം തന്നെ പൂർണ്ണതയുടെ പ്രതിരൂപമാണ് ആക്കിയ ലോകോത്തര സാഹിത്യകാരനായിരുന്നു അദ്ദേഹം.
മനുഷ്യന്റെ വികാരങ്ങളെ ആഴത്തിൽ പഠിച്ച ശേഷമേ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നുള്ളൂ. യുവതലമുറയ്ക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചത് MT. മലയാളത്തിന്റെ ഹൃദയാഞ്ജലി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മാവൂർ റോഡിലുള്ള സ്മൃതിപഥം ശ്മശാനത്തിൽ നിത്യനിദ്ര കൊള്ളുകയാണ് അദ്ദേഹം. ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ എൻ്റെ ഒരു സ്വന്തം അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം, എങ്കിലും MDയെ പറ്റി പറയുമ്പം നീണ്ടുപോകും. വാസ്തവത്തിൽ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഷോർട്ടാക്കി ഒരിക്കൽ പറയണേ മാഡം. പിന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകൾ സംഗീത കച്ചേരി പോലെ ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിരുന്നു. അപ്പൊ കച്ചേരി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അറിഞ്ഞൂടാ MD ആരാണെന്ന്. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത്തരം സംരംഭങ്ങൾ ഇനിയും തുടങ്ങണം എന്ന് പറഞ്ഞു. അതെന്റെ സ്മരണയിലുണ്ട്. എനിക്ക് ഒരവസരം തന്നതിന് നന്ദി, നമസ്കാരം. എന്തായാലും വളരെ മാഡം ഒരുപാട് വാചാലയാവുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോ കണ്ടത് MDയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ. വളരെ സന്തോഷം മാഡത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. അടുത്തതായി MD അനുസ്മരണത്തിന് വേണ്ടി സീരിയൽ, സിനിമ രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ നൃത്തരംഗത്തും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഇന്ദുലേഖയെയാണ് അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നത്. ഇന്ദുലേഖ അൺമ്യൂട്ട് ചെയ്യാം കേട്ടാ, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തേ. പറ്റുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യൂ. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യത്തിന്റെ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത MT വാസുദേവൻ നായരുടെ അനുസ്മരണ സന്ധ്യയാണിത്. MTയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമുള്ള കാലത്തോളം ഒരു ആമുഖവും ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു മഹാനായ കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ കഥകളും നോവലുകളും തിരക്കഥകളും എല്ലാം വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ പറയാം എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ, അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ പിറന്ന കഥാപാത്രത്തിന് ജീവനേകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മിനി സ്ക്രീനിൽ ആണെങ്കിൽ കൂടി ഒരു കലാകാരി എന്ന നിലയിൽ MTയെ പോലെയുള്ള ഒരു മഹാപ്രതിഭയുടെ കഥാപാത്രത്തിന് ജീവനേകുക എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ഒരു കലാകാരിക്ക് ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം അമൃത TV-യിൽ സംപ്രേഷണം ചെയ്ത MT കഥകളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ കാമ്പും കരുത്തും ചോർന്നു പോകാതെ എന്നെ പോലെ ആവും വിധം അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും മലയാളികളുടെ ഏറെ ആരാധിക്കപ്പെടുന്ന ഒരു മഹാപ്രതിഭയുടെ സ്മരണകൾ നിറയുന്ന ഈ രാത്രിയിൽ ഞാനും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മറക്കാനാകാത്ത ആ സംഭാവന നൽകിയ ആ മഹാപ്രതിഭയ്ക്ക് ശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കഥാപാത്രം ഏതാണെന്ന് അതൊന്ന് പറയുമോ? അതിന്റെ വിശദീകരണം. എന്തോ? ആ കഥാപാത്രം ഏത് കഥയായിരുന്നു? MT കഥകൾ എന്ന് പറഞ്ഞ അമൃത TV-യിൽ സംപ്രേഷണം ചെയ്ത ഓരോ കഥകളായിട്ട് സംപ്രേഷണം ചെയ്ത ഒരു സീരിയലായിരുന്നു. അതില് 2 കഥകളിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു.
കഴിഞ്ഞോ? പറഞ്ഞു. ആ ഓക്കെ. എന്തായാലും ശ്രീമതി ഇന്ദുലേഖ ഈ തിരക്കിനിടയിലും നമ്മളോടൊപ്പം വരികയും 2 വാക്ക് സംസാരിക്കുകയും അനുസ്മരണ സന്ദേശം നടത്തുകയും ചെയ്തതിൽ വളരെ സന്തോഷം ഉണ്ട്. സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഓക്കെ. നന്ദി. അടുത്തത് ധനേഷ് ഡോക്ടർ ദാസ് എന്ന് പറഞ്ഞ ദാസ് പാലേരി സാറാണോ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഇനി ഗോപകുമാർ സാർ എത്തിയിട്ടില്ല. ദാസ് പാലേരി സാറല്ലേ? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇനി MT അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ദാസ് പാലേരി സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കും. ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ സമാനങ്ങളില്ലാത്ത പ്രതിഭയാണ് MT സാർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചില പ്രത്യേകതകൾ പറയാനുള്ളത്, MT 2 വർഷത്തോളം കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കിയിരുന്നു എന്നുള്ളതാണ്. അതും ഗണിതാധ്യാപകൻ, കണക്കാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതാണ് രസകരമായ ഒരു വസ്തുത. മറ്റൊന്ന്, സാഹിത്യത്തിലെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ ഐച്ഛിക വിഷയം രസതന്ത്രമായിരുന്നു എന്നുള്ളത്. പിന്നെ ജോലി ആദ്യമായി അദ്ദേഹത്തിന് കിട്ടിയത് നമ്മുടെ തളിപ്പറമ്പിലാണ്, ഗ്രാമസേവകനായി. അപ്പൊ അദ്ദേഹത്തിന്റെ നെറ്റ് പോയി. നെറ്റ് പോയ അവസ്ഥയാണ്. ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല നന്നായി പറഞ്ഞുകൊണ്ട് വരുമ്പോ അതിന്റെ ആ ഒരു എഫക്റ്റ് കുറയുന്ന നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് സാറ് തിരിച്ചെത്തിയിട്ടുണ്ട്. വരുമോ? ഓക്കെ. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലെ അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ സങ്കീർണമായ അവസ്ഥകളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും. പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമൂഴം, അതുപോലെ മഞ്ഞ് തുടങ്ങിയ ചില കൃതികൾ തന്നെ നമുക്ക് എക്കാലത്തേക്കും ഓർമ്മിക്കാൻ ബാക്കിയായിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ പൊതുവെ സംവിധായകർ തന്നെ പറയുന്നത്, അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും സാങ്കേതിക ഭാഷക്ക് അപ്പുറത്താണെന്നില്ല. ഒരുപക്ഷെ രണ്ടാമൂഴം സിനിമ ആക്കാത്തത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം സാങ്കേതിക ഭാഷയുടെയും അപ്പുറത്താണ് ആ മഹാപ്രതിഭയുടെ തൂലികയുടെ ശക്തി. അപ്പൊ ഏതായാലും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. MTയുടെ പാവന സ്മരണക്ക് മുമ്പിൽ അശ്രപൂജ അർപ്പിക്കുന്നു. ആദരാഞ്ജലികൾ. താങ്ക് യു. നന്ദി. വളരെ സന്തോഷം ദാസ് പാലേരി സാറ്, താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ സാറ് പറയുമ്പോഴാണ് അറിയുന്നത്, പഠിച്ചത് MT വാസുദേവൻ നായർ പഠിച്ചത് രസതന്ത്രം, പഠിപ്പിച്ചത് മാത്സ്. അങ്ങനെ കോൺട്രഡിക്ഷൻസ് ഒരുപാട്. അതുപോലെ അദ്ദേഹം ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഗോപകുമാർ സാർ എത്തിയിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് ഇനി ആർക്കെങ്കിലും MT അനുസ്മരണ സന്ദേശം പറയുവാനുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഡോക്ടേഴ്സ്, ഷാജി കുടിയാട്ട് ഡോക്ടർ ഉണ്ടോ? സംഘടനയുടെ വൈസ് പ്രസിഡന്റ്. എന്തോ കഴിഞ്ഞു. നമ്മുടെ പരീദ് ബാവാഖാൻ സാർ ഉണ്ട്. പരീദ് ബാവാഖാൻ സാർ ഉണ്ട്. പരീദ് ബാവാഖാൻ സാറ് 2 വാക്ക് സംസാരിച്ചാൽ വളരെ സന്തോഷം. സാറിന് അൺമ്യൂട്ട് ചെയ്യാമോ? പരീദ് ബാവാഖാൻ സാറ്. ഓക്കെ. ഇവിടെ വളരെ സന്തോഷം. എനിക്കിവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിങ്ങനെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. MTയെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതാനും ഫേസ്ബുക്കിൽ കുറിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്.
കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത ഭാഗ്യമാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം റൂറൽ ഡെവലപ്മെൻറ്റിൽ ഗ്രാമസേവകനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. ഞാൻ അതിൽ അഡീഷണൽ കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകൾ എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏത് വിഷയത്തിനെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അവതരിപ്പിക്കുകയും അത് എല്ലാവരുടെയും ഹൃദയത്തിൽ തട്ടി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം. നന്ദി സാർ, വളരെ സന്തോഷം. 2 വാക്ക് സംസാരിച്ചതിൽ, നമ്മോടൊപ്പം ചേർന്നതിലും വളരെ സന്തോഷം. അടുത്തത് നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർ ഉണ്ട്, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കും. ഞാൻ ഫിലിപ്പീൻസിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ രാത്രി 12:30 കഴിഞ്ഞു. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, കൊച്ചുവെളുപ്പാങ്കാലാണ്. അപ്പോൾ ഇന്ന് MD വാസുദേവൻ നായരുടെ ഒരു അനുസ്മരണമാണ് IUPH നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി അറ്റൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല, സദയം ക്ഷമിക്കുക. അപ്പോൾ IUPH-നെ പോലെ ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടന കലാ സാംസ്കാരിക മേഖലയിലുള്ള MT സാറിനെ പോലെ ലോകോത്തര മഹത്വമുള്ള ഒരു മലയാളിയുടെ അനുസ്മരണം നടത്തുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. അത് സമൂഹത്തിൽ ഇതുപോലെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ അനുസ്മരണമാണ് ഇന്ന് നടക്കുന്നത്. IUPH എന്ന സംഘടന ഹോമിയോപ്പതി മനുഷ്യന് ഉപകാരപ്രദമാകുന്നതിന് ലോകം മൊത്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമാണെങ്കിലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ കോർത്തിണക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്, ഹോമിയോപ്പതിയുടെ പ്രചരണം ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ മഹത് വ്യക്തിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ഹോമിയോപ്പതി പ്രചരണത്തിനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള നന്മയ്ക്കും എന്നും ഉപകാരപ്രദമായിരുന്നതാണ്. അത് നമുക്ക് പ്രചോദനമാകട്ടെ ഈ അനുസ്മരണത്തിലൂടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന IUPH എന്ന സംഘടനയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ അനുശോചനങ്ങളും ഈ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അറിയിക്കുന്നു. കേരളത്തിനും ലോക സാഹിത്യത്തിനും മനുഷ്യ നന്മയുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നഷ്ടമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ നികത്താൻ ശ്രമിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ സന്തോഷം. ഷാജി കുടിയാട്ട് ഡോക്ടറെ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഉണർന്നിരുന്നു നമ്മളോടൊപ്പം പങ്കുചേരുകയും 2 വാക്ക് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൽ വളരെ സന്തോഷം. അടുത്തതായിട്ട് നമുക്ക് ധനേഷ് ഡോക്ടറെ ക്ഷണിക്കാം. ധനേഷ് ഡോക്ടർക്ക് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുകയാണ്. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ IUPH ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണെങ്കിലും ഈ സാഹിത്യ കലാരംഗത്തെ ധാരാളം പേര് നമ്മളുടെ ഹോമിയോപ്പതി മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ വക്താക്കളായി മാറിയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് MTയുടെ ഒരു അനുസ്മരണം നമുക്ക് നടത്തണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഇപ്പം ഇവിടെ ഈ വേദിയിൽ തന്നെ എല്ലാവരും പറയുകയുണ്ടായി, അദ്ദേഹം ഏത് ലെവലിലാണ് ഈ മലയാളത്തെ സ്നേഹിച്ചതെന്നും മലയാളികളെ സ്നേഹിച്ചതെന്നും മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാനപാത്രമായി മാറിയതെന്നും. അത് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യാം. കാരണം നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലെ തകഴിയും അതുപോലുള്ള ആൾക്കാരുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത തലമുറയിലെ ഏറ്റവും ഒരു മിന്നൽ പ്രതിഭാസം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യ മനസ്സ്
കൃത്യമായിട്ട് അറിഞ്ഞ് അതിൽ എവിടെയൊക്കെയാണോ മനുഷ്യരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അതിൻ്റെ കാരണം വേറൊരു രൂപത്തിൽ നമ്മളെ കാണിച്ചു തന്നു. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ചതിയൻ ചന്തുവിൽ ചന്തുവിൻ്റെ വേഷത്തെ ഒന്ന് മാറ്റി വേറൊരു രീതിയിൽ അവതരിപ്പിച്ചതും. അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് കാണിക്കാം, അവൻ എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്തനാകുന്നു, ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന MD എന്ന ഈ മഹാപ്രതിഭാസത്തെ IFBSന്റെ പേരിൽ നമ്മളിങ്ങനെ ആദരിക്കാൻ നമുക്ക് പറ്റിയതിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇതിനു വേണ്ടി ഇനിയും നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഞാൻ അനുസ്മരണം സന്ദേശം നൽകുകയാണ്. വളരെ സന്തോഷം ധനേഷ് ഡോക്ടറെ. അടുത്തതായി നമ്മുടെ IFBHന്റെ ട്രസ്റ്റ് അംഗം കൂടിയായ ഡോക്ടർ ബിന്ദുരാജിനെ ക്ഷണിക്കുകയാണ്. ബിന്ദുരാജ് ഡോക്ടറെ, 2 വാക്ക്. എന്നെ കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു ദിവസമാണ്. സത്യത്തിൽ മനസ്സ് വിഷമമുണ്ടെങ്കിൽ കൂടി ശരിക്കും നമുക്കിങ്ങനെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ പറ്റിയതിന് തീർച്ചയായും സംഘാടകരെ ഞാൻ അനുമോദിക്കുന്നു. ഒരു ഹോമിയോപ്പത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് മെറ്റീരിയൽ മെഡിക്കയിൽ ഒരുപാട് ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ആ പഠിച്ച മെഡിസിൻസിനെ, മരുന്നുകളെ വരച്ചു കാണിച്ചത് ശരിക്കും MDയുടെ തിരക്കഥകളിലൂടെയും അല്ലാതെയുള്ള നോവലിലൂടെയും ഇപ്പം എല്ലാം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായ ഓരോ കാരിക്കേച്ചറാണ് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സ്റ്റഡി മെറ്റീരിയലാണ്. ഒരു ഹോമിയോപ്പത്ത് ആകണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്യുകയും വായിക്കുകയും ചെയ്യണം. അത് നമ്മൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ശ്രമോണിയവും നക്സോമിക്കയും മറ്റ് എല്ലാ മരുന്നുകളും ആനിമേറ്റഡായി കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ ശക്തമായ രചനയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. എല്ലാ മലയാളികളെയും പോലെ തന്നെ ഏറ്റവും മുന്നിൽ തന്നെ ഹോമിയോപ്പതിക്ക് ഏറ്റവും വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ രചനകളോടെ നിർവഹിച്ചത്. സന്തോഷം. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാമാണിത്. അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ. സന്തോഷം ഡോക്ടർ ബിന്ദുരാജ്. അടുത്തത് രഞ്ജീവ് ഡോക്ടർ ഉണ്ടോ? രഞ്ജീവ് ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. രഞ്ജീവ് ഡോക്ടർ 2 വാക്ക് സംസാരിച്ചാൽ വളരെ സന്തോഷം. രഞ്ജീവ് ഡോക്ടർ ഉണ്ടോ? കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് രഞ്ജീവ് ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അതുപോലെ തന്നെ സലീം കുമാർ ഡോക്ടർ ഉണ്ട്, ഷഫീഖ് ഡോക്ടർ ഉണ്ട്. ഇവരൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹോമിയോപ്പതിയായി ബന്ധപ്പെട്ടിട്ട് MTയുടെ ഒരു ചെറിയൊരു വിഷയം. മുമ്പ് നമ്മുടെ ലാൽ ജോസ് പറഞ്ഞ ലാൽ ജോസിന്റെ ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ ഒരു ചികിത്സ ഹോമിയോപ്പതി MTക്ക് കൊടുത്തതായിട്ടുള്ളത്. അപ്പൊ അത് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടായി. പക്ഷെ എന്നിട്ടും MT അത് പറഞ്ഞത് ഞാനിപ്പോ യോഗ തുടങ്ങിയിട്ടുണ്ട്, ഒരുപക്ഷെ അതുകൊണ്ട് ഭേദമായതായിരിക്കുന്നു. തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും ഹോമിയോപ്പതി ആയിട്ടുള്ളൊരു ബന്ധം MTക്ക് ഉണ്ടായിരുന്നു. അത് ഇക്ബാൽ കുറ്റിപ്പുറം, ലാൽ ജോസ് വഴിയൊക്കെയുള്ള ആ ഒരു ബന്ധം. അപ്പൊ നമ്മുടെ വിശ്വസാഹിത്യകാരൻ ഇപ്പോ പല തലമുറകള്, ഇപ്പൊ 4ാം തലമുറയാണ് അദ്ദേഹത്തെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന എല്ലാ തലമുറകളും അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ ഏറ്റെടുക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി എന്നെ ക്ഷണിച്ചതിന്. വളരെ സന്തോഷം രഞ്ജീവ് ഡോക്ടറെ. ഇനി നമ്മുടെ ജെയിംസ് പോൾ സാറ് നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോ ജെയിംസ് പോൾ സാറിനെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കും. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നാവ് ഇല്ലാത്തവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നാവാണ് MG സാർ എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യതിരിക്തമായ വ്യക്തിത്വം. ഞാൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ 4 കെട്ട്, കാലം ഇതൊക്കെ വായിക്കുന്നത്. വളരെ വലിയ നോവലുകളായിരുന്നെങ്കിൽ പോലും ആർത്തിയോടെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ വായിക്കാതെ നിലത്ത് വെക്കാൻ പറ്റില്ല. അത്ര
നമ്മുടെ ചുറ്റും നടക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ, നമ്മുടെ ചുറ്റുപാടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവതരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികളുടെ എല്ലാം മിഴിവും അത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം നോവലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ചെറുകഥാ രംഗത്ത് ഭീഷ്മാചാര്യനായിരുന്ന കാരൂർ നീലകണ്ഠ പിള്ളയ്ക്ക് സമശിഷ്യനായിട്ടുള്ള ഒരു ചെറു കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചെറുകഥകൾ എന്ന് പറഞ്ഞാൽ വലിയ ചെറുകഥകളാണ്. കാരണം പലതും സിനിമ ആയിട്ടുള്ളത്, നിർമാല്യം, ആൾക്കൂട്ടത്തിൽ തനിയെ, അതെല്ലാം ചെറുകഥകളായിരുന്നു. അതിങ്ങനെ സ്ക്രിപ്റ്റ് ആക്കി സിനിമകളാക്കാൻ പര്യാപ്തമായിരുന്നു ചെറുകഥകൾ ആയിരുന്നെങ്കിൽ പോലും. അപ്പം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആവുന്നത്. ഏതായാലും ഈ അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ട് ഒരവസരം തന്ന ഇതിന്റെ പിന്നണി പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടും ബഹുമാന ദിവസം എന്റെ ആദരം അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം. സന്തോഷം ജെയിംസ് പോൾ സാറ്. അടുത്തത് ഷഫീഖ് ഡോക്ടർ രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമ്മളെ ട്രസ്റ്റ് അംഗവും കൂടിയാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താണെങ്കിലും MD സാറിന്റെ ഇങ്ങനെ ഒരു അനുശോചനം നടത്താൻ IUPH നമ്മളെല്ലാ ഇങ്ങനെയുള്ള ഇതിലും ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ, MD യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പച്ചയായ മനുഷ്യനാണ്. സാഹിത്യകാരൻ എന്നതിലുപരി ഒരു പച്ചയായ മനുഷ്യനാണ്. അനീതി എവിടെ കണ്ടാലും അതിനെ തുറന്നു പറയാൻ മടിക്കാത്ത ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് വിശേഷണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമല്ല, ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിന് മലയാള സാഹിത്യത്തിന് ഇത്രയും സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാവിധ ദുഃഖങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട്, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം ഷഫീഖ് ഡോക്ടറെ. അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് കഥ എഴുതി എന്ന് നമ്മൾ പറഞ്ഞ അതിൽ ചിലതൊക്കെ ഇവിടെ പറഞ്ഞു. എങ്കിൽ പോലും എൻ്റെയൊക്കെ ആ ഒരു സിനിമ കാണാൻ തുടങ്ങിയ പ്രായത്തിലൊക്കെ വന്ന കുറേ സിനിമകൾ, അത് അന്ന് അത്രയ്ക്ക് ഇത് MT എഴുതിയതാണ് എന്നൊന്നും അറിവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയാണ്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് എണ്ണം ഞാനൊന്ന് വായിക്കാം എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം കഥ എഴുതിയ സിനിമകളിൽ പ്രധാനപ്പെട്ട ചില സിനിമകളാണ് മുറപ്പെണ്ണ്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, നഗരമേ നന്ദി, അസുരവിത്ത്, ഓളവും തീരവും. ഇതൊക്കെ MT സാറിന്റെ കഥയാണെന്നൊന്നും അറിഞ്ഞോണ്ടല്ല, അതൊക്കെ നമ്മൾ അന്ന് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ഓളവും തീരവും, നിർമാല്യം, കന്യാകുമാരി, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, തൃഷ്ണ. ഇത് ഞാൻ ഏകദേശം പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തുള്ളതാണ് ഈ തൃഷ്ണ എന്ന് പറയുന്ന സിനിമ. അതുപോലെ ഓപ്പോളും മേനകയാണ് അതൊരു നായികയായിട്ട്, ബാബു നമ്പൂതിരിയാണ് നായകൻ. ഇതെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തുപോയി, അതുകൊണ്ടൊന്ന് വായിക്കുകയാണ്. അതുപോലെ തന്നെ ആരൂഢം, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തരികയെന്ന് പറഞ്ഞു, അക്ഷരങ്ങൾ, നഖക്ഷതങ്ങൾ. അത് നമ്മൾ ഒരിക്കലും മറക്കുന്ന ഒരു സിനിമയല്ല മലയാളികൾ. ഇതൊക്കെ പ്രധാനപ്പെട്ട. ആരണ്യകം, അമൃതം ഗമയ, പെരുന്തച്ഛൻ, ഒരു വടക്കൻ വീരഗാഥ. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് മറക്കുന്ന സിനിമകളല്ല. ഇതെല്ലാം നമ്മളെ ഇതിൽ തന്നെ എല്ലാവരും തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും. അതൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? അതുപോലെ തന്നെ ആർക്കാണെങ്കിലും ഈ പ്ലാറ്റ്ഫോമിലുള്ള ആർക്കും ഇനി എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മുമ്പോട്ട് വരാം. സംസാരിക്കാൻ അവസരം കുറച്ച് സമയം കൂടി ഉണ്ട്. സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കും. ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമായിട്ട് ഞാൻ നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ഹോമിയോ കോളേജ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ സിനിമകൾ കാണും, ചർച്ച ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് പഞ്ചാഗ്നി സിനിമ ഇറങ്ങിയത്.
അപ്പൊ MT ഒളിപ്പിച്ചു വെക്കുന്ന ചില സാധനങ്ങൾ അതിൽ ഞാൻ കണ്ടെത്തിയ ഒരു ഇത് പറയാം. ഈ പഞ്ചാഗ്നിയിലെ ഒരു സീനുണ്ട്. അതിലെ പ്രധാന നായികയായ ഗീതയുടെ അനിയത്തി, എനിക്ക് തോന്നുന്നു ഈ നദിയ മൊയ്തുവാണോ സംശയം. അനിയത്തിക്ക് കുട്ടിയൊക്കെയുണ്ട്, അനിയത്തി വിവാഹിതയാണ്, കുട്ടിയൊക്കെ ഉണ്ട്. ഇവര് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഗീത കൂടെ പോകുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ച് കുട്ടി അവിടെ ഒരു ചെമ്പരത്തി പൂ നിൽക്കുന്നു. ചെമ്പരത്തിയിൽ പൂ അത് പറിച്ചു വരണമെന്ന് പറഞ്ഞ് കൊത്തി ശാഠ്യം പിടിക്കുന്നു. അപ്പോ ഗീത ആ പൂ പറിക്കാനായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ചാടുന്നു. പക്ഷെ പൂ കയ്യെത്താൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇവളുടെ അനിയത്തി പതുക്കെ ആ കൊമ്പങ്ങൾ ചായച്ച് ആ പൂ പറിച്ചു കൊടുക്കുന്നു. ഇത് അതിലതൊന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷെ തീവ്രവാദം ഇവിടെ വിലപ്പോകുന്നില്ല എന്നുള്ളൊരു സൂചനയല്ലേ MT തന്നത് എന്ന് അത് ഞാനിന്ന് കണ്ടെത്തുകയും ഞങ്ങൾ ഫിലിം സൊസൈറ്റി ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതാണ്. ഒരു വിഷയമായിരുന്നു. കാര്യം അത് അങ്ങനെയൊക്കെ ഒരു സൂചന അതിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് വേറെ യാതൊരു ഒന്നും ഇല്ലാതെ തന്നെ അതിൽ ആ സിനിമയിൽ അതുപോലെ തന്നെ വിപ്ലവകാരിയായിട്ടിരുന്ന ഒരു വ്യക്തി ഇവളുടെ അനിയത്തി ഹസ്ബൻഡോ മറ്റോ ഉണ്ടല്ലോ, അയാള് വിപ്ലവം ഉപേക്ഷിച്ചു എന്നൊന്നും ഒന്നും പറയുന്നില്ല. അയാളുടെ ഷോട്ട് കാണിക്കുന്നു, അയാൾ ഷേവ് ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില നേരിട്ട് പറയാതെ നമ്മള് അനുവാചകരുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ഷോട്ടുകൾ MT സിനിമകളിൽ എപ്പോഴും കാണാം. സുഹൃത്തത്തിലൊക്കെ അത്തരം ഷോട്ടുകളുണ്ട്. ഏതായാലും കലയ്ക്ക് വേണ്ടി അല്ല, കല സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ഒരു കാലത്തൊരു വാദം ഉണ്ടായിരുന്നു, ജീവസാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇവരൊക്കെ കലയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഇതായിരുന്നു. സമൂഹത്തെ ഒന്നുമല്ല നോക്കേണ്ടത്, കലാ മൂല്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ വാദമൊക്കെ എത്തിപ്പെട്ടവരായിരുന്നു MT ഒക്കെ. അതായിരുന്നു പിന്നീട് ശരിയെന്ന് തെളിയുകയും ചെയ്തു. സമൂഹ നന്മയൊക്കെ അത് പിന്നീട് വരുന്നുള്ളൂ എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ മലയാളം ഭാഗ്യം ചെയ്തതാണ്. ഓക്കെ, കഴിഞ്ഞു. ആ, വളരെ സന്തോഷം സലീംകുമാർ ഡോക്ടറെ 2 വാക്ക് സംസാരിച്ചതിൽ. അപ്പോ എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആരുടെയും മനസ്സിൽ നിന്ന് എളുപ്പമൊന്നും MT മനസ്സിൽ നിന്ന് മായുകയില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓർക്കാൻ ഒത്തിരി കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ളത്. ജയചന്ദ്ര ഡോക്ടർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ, സംസാരിക്കാൻ ഡോക്ടർ. ഹലോ, എനിക്ക് 2 വാക്ക് പറയാനൊരു അവസരം തന്നിരുന്നു. നമ്മളെ MT സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള ഭാഷയെ ലോകോത്തരമായി ലോകം അറിയുന്ന രീതിയിൽ അങ്ങ് അത്രയധികം നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആദരം പിടിച്ചു പറ്റാനും ഒക്കെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് വേണ്ടി അങ്ങേയറ്റം എഴുത്തും രചനയായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ആദർശ ശക്തികളെ എത്ര തന്നെ പുകഴ്ത്തിയാലും മതിയാകത്തില്ല. ഇന്ന് ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും നമ്മുടെ IFPHൻ്റെ ആദരം അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എനിക്കൊരു ചാൻസ് തന്നതിന് വളരെ നന്ദി. സന്തോഷം ജയചന്ദ്ര ഡോക്ടറെ. ധനേഷ് ഡോക്ടറെ, ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മളെ അതിഥികൾ ആരെങ്കിലും? വേറെ ആരും ഇല്ലെന്നാ തോന്നുന്നു. ഒന്ന് നോക്കട്ടെ കൂടെ. നജീബ് ഡോക്ടറാണോ മറ്റേ? നമ്മുടെ നജീബ് ഡോക്ടർ എത്തിയിട്ടുണ്ട് കേട്ടാ. നജീബ് ഡോക്ടറെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം. അത് ഇവിടുന്നാണോ അവിടുന്നാണോ? അൺമ്യൂട്ട് ആണല്ലോ. ഇപ്പൊ കേൾക്കാം അല്ലേ? അതെ, കേൾക്കാം. നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത്ത് MT വാസുദേവൻ നായരെ കുറിച്ചുള്ളൊരു ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ചെറിയൊരു എൻഗേജ്മെന്റിൽ പെട്ടുപോയി അതിനിടയിൽ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ
എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും വരുന്ന വളരെ കനപ്പെട്ട ഒരു വർക്ക് രണ്ടാം ഊഴം തന്നെയാണ്. രണ്ടാം ഊഴം അത് അദ്ദേഹം ആ കഥ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ, വളരെ നമ്മളെയൊക്കെ ഹൃദയത്തിൽ തൊടുന്ന, വളരെ വല്ലാത്തൊരു വൈകാരിക സ്പർശമുള്ള ഒരു ഒരു തലത്തിൽ നിന്നിട്ടാണ്. ഞാൻ നമ്മുടെ മുമ്പൊരു പ്രോഗ്രാമിൽ നമ്മുടെ എന്താണ് ഫ്രാങ്കസ്റ്റൈൻ്റെ കഥ പറഞ്ഞിരുന്നില്ലേ? അതുപോലെ നമ്മുടെ മഹാഭാരതം, നമ്മുടെ എപ്പിക്കിലുള്ള ഒരു ഫ്രാങ്കസ്റ്റൈൻ കഥാപാത്രം ആയിട്ടാണ് നമുക്ക് ഭീമസേനനെയൊക്കെ അതിൽ നമുക്ക് കാണാവുന്നത്. അംഗീകാരത്തിന് വേണ്ടി നിരന്തരമായി കൊതിക്കുന്ന, അതേ സമയത്ത് എല്ലാവരാലും പലപ്പോഴും പരിഗണിക്കപ്പെടാത്ത, പിൻബിഞ്ച് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ആളായിട്ടുള്ള ഒരു അവഗണിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഭീമസേനന്റെ ആ ഒരു വശം തൊട്ടിട്ടാണ് യഥാർത്ഥത്തിൽ അത് നല്ലൊരു കഥാകാരന്റെ ഏറ്റവും വലിയൊരു ഒരു കഴിവ് എന്ന് പറയുന്നത്. അവര് ഈ മാനുഷികമായ മൂല്യങ്ങൾ, ഭൂതദയ പോലുള്ള കാര്യങ്ങൾ എന്താണ് ചരിത്ര സന്ദർഭങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അറിയപ്പെടുന്ന പുരാണങ്ങളിൽ നിന്ന് അതിൻ്റെ പാഠഭേദങ്ങൾ എടുത്തിട്ട് നമ്മളോട് കഥ പറയുമ്പോഴാണ് അത് ഉദാത്തമായ മൂല്യങ്ങളുടെ ഒരു സാധനമായിട്ട് മാറുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മൂല്യവത്തായ ഒരു കൃതി തന്നെയാണ് രണ്ടാം ഊഴമൊക്കെ. അതിനപ്പുറത്ത് നമ്മളെല്ലാവരും ഇത് പറയുമ്പോഴും ഈ ഭൂതദയ, ജീവികളോടുള്ള സഹജീവി സ്നേഹം എന്നൊക്കെ പറയുന്നിടത്ത് ചില കാര്യങ്ങൾ, MTയുടെ തന്നെ ഒരു കൊച്ചു കഥയുണ്ട്, ഷെർലോക്ക് എന്നാണ് അതിൻ്റെ പേര്. ഷെർലോക്ക് ഹോംസിന്റെ പേര് പോലെ ഉള്ള ഒരു പേരാണ് അതിനിട്ടിരിക്കുന്നത്. കാരണം അതൊരു പൂച്ചയുടെ കഥയാണ്. MTയുടെ ഒരു മകള് സിതാര US-ലാണല്ലോ. അപ്പം MT അവിടെ, അപ്പോൾ MT ഇടക്കൊക്കെ US പോവാറും താമസിക്കാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ചില കാര്യങ്ങളുണ്ട്. പൂച്ചയെ അവിടെ വളർത്തണമെങ്കിൽ അതിൻ്റെ കൈനഖം വെട്ടണം. പൂച്ചയുടെ കൈനഖം വെട്ടിയിട്ട്, പൂച്ചയുടെ നഖം നഷ്ടപ്പെട്ട പൂച്ചയുടെ ഒരു പ്രയാസം അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ പൂച്ചയുടെ കൈനഖം നഷ്ടപ്പെടുന്നു. പിന്നീട് ഘട്ടത്തിൽ പൂച്ചക്ക് ഒരു എന്താ പറയുക ഒരു മായികമായ രീതിയിൽ നഖം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ഒരു കാര്യങ്ങൾ അവിടെ MT എന്താ പറയാ ഒരു ജീവിയുടെ സഹജമായ സാധ്യതകൾ നഷ്ടപ്പെടുന്നതിനുള്ള വേദനയും കൂടി ആ കഥയിൽ പങ്കുവെക്കുന്നുണ്ട്. എനിക്കൊന്ന് സഹജീവി സ്നേഹമൊക്കെ ഇപ്പം ബഷീറൊക്കെ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയിലൊക്കെ വളരെ എന്താ പറയുക ഹൃദയസ്പർശിയായിട്ട് വളരെ ഫിലോസഫിക്കലായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ കഥാകാരന്മാരെ നമ്മൾ അടയാളപ്പെടുന്ന ഒന്ന് അവരുടെ കാൽപ്പനികമായ അവരുടെ ശേഷി തന്നെയാണ്, അവരുടെ ക്രാഫ്റ്റും അതുപോലെ അവരുടെ എന്താ പറയുക ഈ കഥ എഴുതാനുള്ള അതിൻ്റെ കാൽപ്പനിക ഭാവങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ സർഗഭാവത്തിൽ. പക്ഷെ അതിനപ്പുറത്ത് മാനുഷിക മൂല്യങ്ങളിൽ ഭൂതദയ, ദീനാനുകമ്പ പോലുള്ള വാല്യൂസും കൂടി അവര് മുറുകെ പിടിക്കുമ്പോഴാണ് കഥാകൃത്തുകൾ, കാലാതിവർത്തികളും വലിയ ഉദാത്തമായ തലങ്ങളിലേക്ക് അവരെത്തുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലാണ്. ആ അർത്ഥത്തിൽ MTയെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷം നജീബ് ഡോക്ടറെ. എന്തായാലും വൈകിയ വേളയിലായാലും എത്തി, 2 വാക്ക് സംസാരിച്ചു, അനുസ്മരിച്ചു. വളരെ സന്തോഷം. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ, അനുസ്മരണം പറയാനുണ്ടോ, ആരെങ്കിലും ക്ഷണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ എം എൻ ശശി അൺമ്യൂട്ട് ചെയ്യാവോ, സംസാരിക്കാവോ? അൺമ്യൂട്ട് ചെയ്യാൻ MN ശശി, ഡോക്ടർ ശശി അൺമ്യൂട്ട്. തോമസ് വർഗീസ്, ഡോക്ടർ തോമസ് വർഗീസ് അൺമ്യൂട്ട് ചെയ്യോ? ആർക്ക് വേണമെങ്കിലും സംസാരിക്കാൻ ഒരു 2 മിനിറ്റ് കൂടെ സമയമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല, അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്തത് നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയ ആയിരുന്ന ഡോക്ടർ മറിയാമ്മ ജോണിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കും. നന്ദി ഷൈല ഡോക്ടർ. IFES നടത്തിയ
ശ്രീ MD അനുസ്മരണം പ്രത്യേക പരിപാടിയിൽ മലയാള ഭാഷയെ വളരെയധികം സ്നേഹിച്ച ആദരണീയനായ MD വാസുദേവൻ സ്വാമി അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ വിവരിക്കുകയും ചെയ്ത പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ ഓമനക്കുട്ടി മാഡത്തിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് അനുസ്മരണം നടത്തിയ എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ ശ്രീ മഹേഷ് മാണിക്യ സാറിനും വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. MD കഥകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ജീവൻ നൽകിയ സിനിമ സീരിയൽ താരം ശ്രീമതി ഇന്ദുലേഖയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. MD അനുസ്മരണം നടത്തി സംസാരിച്ച അധ്യാപകൻ ശ്രീ ദാസ് പഴേരി സാറിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഈ ചടങ്ങില് അനുസ്മരണം നടത്തിയ ഫരീദ് ബാബാഖാൻ സാർ മാഡത്തിന് പറഞ്ഞായിരുന്നു പറഞ്ഞു. ഷാജി കുടിയർ ഡോക്ടർ, ധനേഷ് ഡോക്ടർ, ബിന്ദുരാജ് ഡോക്ടർ, രഞ്ജീവ് ഡോക്ടർ, ജെയിംസ് പോൾ ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ, സലീം കുമാർ ഡോക്ടർ, ജയചന്ദ്രൻ ഡോക്ടർ, അവസാനമായി നമുക്ക് ഓടിയെത്തിയ നജീബ് ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഈ ചടങ്ങിന് ഈശ്വരഗാനം ആലപിച്ച ദേവപാലിയെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച IFP സെക്രട്ടറി ശ്രീ കിരൺ ചന്ദ്രനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. മോഡറേറ്റർ എന്ന നിലയിൽ MD സാറിന്റെ കൃതികളെ സ്മരിക്കുകയും കൂടി ചെയ്ത ഷൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിച്ച IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും, ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന ഗണേഷ് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, മാത്രമല്ല ഹിബർട്ട് ഡോക്ടർ, എല്ലാ ഡോക്ടർമാരും, ആരെയും എല്ലാ ഇതിനുവേണ്ടി മനോജ് ഡോക്ടറെ പ്രത്യേകം ഓർക്കാതിരിക്കാൻ പറ്റിയാൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഡോക്ടർമാർക്കും, വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രയേറെ നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് നടത്താൻ സഹായിച്ചതിന് ഈശ്വരനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ മറിയമ്മ ജോൺ. എന്തായാലും വളരെ നല്ല ഒരു പ്രോഗ്രാമായി മാറി ഇന്നത്തെ നമ്മുടെ ഈ അനുസ്മരണ പ്രോഗ്രാം. എൻ്റെ മനസ്സിൽ എന്തായാലും ഭാരതപ്പുഴയുടെ തീരത്തുള്ള പാടങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് മുകളിലോട്ട് കെട്ടി ഉള്ള പഴയ ആ ഒരു തറവാട് വീട്ടിന്റെ മുമ്പിൽ MD ഇരിക്കുന്ന ആ ഒരു രൂപം എവിടെയൊക്കെയോ അത് മനസ്സിൽ പതിഞ്ഞതാണ്. ആ ഒരു രൂപം ഒരിക്കലും മറയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ പ്രോഗ്രാം നന്നായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.